കൂട്ടുകാരെ, നമുക്ക് ബാംഗ്ലൂരിൽ ഇപ്രാവശ്യം നടക്കുന്ന ഫ്ലവർ ഷോ ഒന്ന് കണ്ടിട്ട് വന്നാലോ? ലാൽബാഗ് ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് എല്ലാ വർഷവും ഫ്ലവർ ഷോ നടക്കുന്നത്. 2025 ഇപ്പോൾ നടക്കുന്നത് 217ാമത്തെ ഫ്ലവർ ഷോയാണ് കേട്ടോ. വാൽമീകി രാമായണം ബേസ്ഡ് ആയിട്ടുള്ള തീമായിരുന്നു ഇപ്രാവശ്യത്തെ ഫ്ലവർ ഷോയിൽ ഉണ്ടായിരുന്നത്. നമ്മൾ ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ട് പോകുന്നെങ്കിൽ ബൊട്ടാനിക്കൽ ഗാർഡൻ ആണെന്ന് പറയുന്നതെങ്കിലും നമ്മൾ വന്നിറങ്ങേണ്ടത് ഗ്ലാസ് ഹൗസിൻ്റെ ആ ഗേറ്റിലാണ്. അവിടെ നിന്നല്ല, ബൊട്ടാനിക്കൽ ഗാർഡനിൽ അവിടെ ഒരു ഗേറ്റുണ്ട്. ആ ഗേറ്റിൽ കൂടെ വന്നു കഴിഞ്ഞാലും ഒരു 1/2 കിലോമീറ്ററോളം നമുക്ക് ഗ്ലാസ് ഹൗസിലേക്ക് നടക്കേണ്ടി വരും. ഗ്ലാസ് ഹൗസ് പുറമേ നിന്നുള്ളൊരു വ്യൂ ആണിത് കേട്ടോ. വാൽമീകി രാമായണം ബേസ്ഡ് ആയിട്ടാണ് ഈ പ്രാവശ്യം ഫ്ലവർ ഷോയുടെ തീം ഉണ്ടായിരുന്നത്. നല്ല കാഴ്ചകളായിരുന്നു എല്ലായിടത്തും. സേവനങ്ങളൊക്കെ പോലീസിൻ്റെ ആയിക്കോട്ടെ, അല്ല ഡോക്ടേഴ്സിൻ്റെ ആയിക്കോട്ടെ, വെള്ളം ആയിക്കോട്ടെ, ഇതൊക്കെ നന്നായിട്ട് ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യത്തെ ദിവസം 16-ാം തീയതി തന്നെ ഇവിടെ എത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ, മോള് പറഞ്ഞു മോൾക്ക് കോളേജിൽ സ്റ്റഡി ലീവായിരുന്നു. അതുകൊണ്ട് മോള് പറഞ്ഞു അമ്മേനെ ഇപ്രാവശ്യം ഞാൻ കൊണ്ടുപോകാമെന്ന്. ഞങ്ങൾ ടാക്സിയിലാണ് പോകുന്നത്. കാരണം ചെന്നാൽ വണ്ടി പാർക്കിങ്ങിനൊക്കെ ഭയങ്കര കഷ്ടമാണ് കേട്ടോ. ഇവിടെ വണ്ടി പാർക്കിങ്ങൊന്നുമില്ല. നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ ലാസ്റ്റ് പ്രാവശ്യം വന്നപ്പോൾ നമുക്കുണ്ടായിരുന്ന അനുഭവം അതായതുകൊണ്ട് തന്നെ നമ്മൾ ടാക്സിയിലാണ് ഇവിടെ വന്നത്. ഇത് കണ്ടോ, ഈ ആർച്ചിൽ നിറയെ ചെറിയ ചട്ടിക്കകത്ത് പൂക്കൾ അലങ്കരിച്ചിട്ട്, ചെടികൾ അലങ്കരിച്ച്, പൂക്കളിലുള്ള ചെടികൾ അലങ്കരിച്ച് വെച്ചിരിക്കുന്നതാണ്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. എവിടെ നോക്കിയാലും നല്ല ഫ്രഷ് പൂക്കൾ. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ ദിവസം തന്നെ വന്നതുകൊണ്ട് തന്നെ മനം മയക്കുന്ന എന്താ പറയുക സ്മെല്ലും കൂടെ ആയിരുന്നു അതിനകത്ത് കയറിയിട്ട്. നമ്മുടെ ഈ ജമന്തിപ്പൂവിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. വെള്ള ആയിക്കോട്ടെ, മഞ്ഞ ആയിക്കോട്ടെ, അങ്ങനെ കുറേ വെറൈറ്റി. പിന്നെ വിവിധ തരം പൂക്കളുകൾ കൊണ്ടാണല്ലോ ഫ്ലവർ ഷോ അലങ്കരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല ഫ്രഷ് പൂക്കൾ, നല്ല ഒരു അനുഭവമായിരുന്നു കേട്ടോ ഈ ഒരു കാഴ്ചകൾ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്, കണ്ണിന് നല്ല കുളിർമയുള്ള കാഴ്ചകൾ. ഇത് പുറത്ത് ഗ്ലാസ് ഹൗസിൻ്റെ പുറത്ത് അലങ്കരിച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് കുറേ സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേഴ്സിങ്ങിൻ്റെ ക്യാബിനും കാര്യങ്ങളൊക്കെ. ഈ ഒരു റെഡ് കാർപ്പറ്റിലൂടെയാണ് നമ്മൾ ഇതിനകത്തേക്ക് പോകുന്നത്. എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. അഡൽട്ട്സിന് 80 രൂപയും കുട്ടികൾക്ക് 30 രൂപയാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട. ഇതാണ് വാൽമീകി രാമായണം ബേസ്ഡായിട്ട് ഗ്ലാസ് ഹൗസിനകത്ത് അലങ്കരിച്ചിരിക്കുന്ന പൂക്കളും ചെടികളും. അങ്ങനെ കുറേ കാഴ്ചകളുണ്ട് കേട്ടോ ഇതിനകത്ത്. ആദ്യമേ തന്നെ എൻട്രൻസിൽ വെച്ചിരിക്കുന്ന ഒരു വാൽമീകിയുടെ ഒരു ഗോൾഡൻ സ്റ്റാച്യു ആണിത്. അതിനുശേഷം നമുക്ക് ശരിക്കും നമ്മൾ വാൽമീകി എന്ന് പറയുമ്പോൾ പുരാണത്തിലൊക്കെയുള്ള മൺപുറ്റിൻ്റെ അവിടെ തപസ്സിരിക്കുന്നതാണ്. ആ ഒരു തീമാണ് ഇപ്പോൾ പുറകിലായിട്ടും വെച്ചിരിക്കുന്നത്. അപ്പോൾ 2 സ്റ്റാച്യു ആണ് ഇതിൻ്റെ വാൽമീകിയുടേതായിട്ട് വെച്ചിരിക്കുന്നത്. ഇത് വാൽമീകിയുടെ ഇതിലുള്ളൊരു കാട്ടാളൻ്റെ ആ ഒരു എന്താ പറയുക, കാട്ടാളൻ അമ്പ ചെയ്ത് പക്ഷികളിൽ ഒന്നിനെ വീഴ്ത്തിയപ്പോൾ, ഒന്നിലെന്ന് പറഞ്ഞാൽ ആൺപക്ഷീനെ ഇത് ചെയ്ത് വീഴ്ത്തിയപ്പോൾ അരുത് കാട്ടാള അതിനെ അമ്പ ചെയ്തെന്ന് പറഞ്ഞ് വാൽമീകി കൊടുത്തൊരു തീം ഇതിനകത്ത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. കണ്ടപ്പോൾ ഒത്തിരി സങ്കടവും തോന്നി കേട്ടോ. ആ ഒരു പക്ഷി എന്താ പറയുക, കാട്ടാളൻ്റെ അമ്പ് കൊണ്ട് താഴെ വീണ് കിടക്കുന്ന ആ ഒരു ഇത് നമുക്കൊരു വേദന പോലെയും തോന്നി. നല്ലൊരു തീമായിരുന്നത്. അതുപോലെ ഇവിടെയുള്ള ഈ പക്ഷികളെക്കുറിച്ചൊക്കെ ഇത് കണ്ട തപോവനം ഒരുക്കിയിരിക്കുന്നതാണ്. ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും ഒക്കെയുള്ളൊരു സ്റ്റാച്യു ഒക്കെ ഇവിടെ ഉണ്ട്. നല്ല ഭംഗിയായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയായിരുന്നു. കുറേ ചെടികളും ഒരു കാട് പോലെ, അതായത് തപോവനം അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. മാനുകളും മൺകുറ്റും ഒക്കെ വെച്ചിട്ട് അതുപോലത്തെ ഒരു തീമായിരുന്നു അത്. ചെടികളുടെ പറഞ്ഞത് ഫ്ലവർ ഷോ എന്ന് പറയുമ്പോൾ ചെടികളും പൂക്കളൊക്കെയാണ്. ചെടികളുടെ ഒരു എന്താ പറയുക മായാപ്രപഞ്ചം തന്നെ ഉണ്ടായിരുന്നു ഇവിടെ. അതിനോടനുസരിച്ച് ഇത് എന്താ പറയുക, ഇവിടുത്തെ വിഖ്യാത കവിയായ കുവമ്പു അവരുടെ ഒരു സ്റ്റാച്യു ഉണ്ടായിരുന്നു. ഫ്ലവേഴ്സ് ഒരുക്കിയിരിക്കുന്നത് കണ്ട് എങ്ങനെയാണ് കളറാണ് ക്രീമിന് ഓപ്പോസിറ്റ് റെഡ്,
അങ്ങനെ അതിൻ്റെ കളറൊക്കെയാണ് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടെല്ലാം കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിരുന്നു കാഴ്ചകളൊക്കെ. ഓർക്കിഡിൻ്റെ ഇതുകൊണ്ട് തന്നെ ഒരിത് എല്ലായിടത്തും ഈ വാൽമീകിയുടെ എന്താ പറയുക ഫോട്ടോസ് ആയിക്കോട്ടെ സ്റ്റാച്യൂസായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ സ്വീറ്റ് ലെമനാണ്. അതിങ്ങനെ ഒരു സൈഡ് മുഴുവനും അകത്ത് തന്നെ ഒരു ഗാർഡനകത്ത് തന്നെ ഒരുക്കിയിരിക്കുന്നതാണ് കേട്ടോ. ഗ്ലാസ് ഹൗസിനകത്ത് തന്നെ ഒരുക്കിയിരിക്കുന്നതാണ്. സ്വീറ്റ് ലെമൺ കൊണ്ടൊരു വഴി പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പൂക്കൾ പൂക്കൾ പൂക്കൾ. ഞങ്ങൾ കുറേ നേരം നടന്നു. മോളും കുറേ വീഡിയോസ് എല്ലാം മോളാണ് എടുത്തത്. പിന്നെ കുറേയൊക്കെ ഞാനും എടുത്തു കേട്ടോ. ഞാൻ എടുത്തൊക്കെ ആയിരിക്കും ഇപ്പോൾ ഈ കാണാനായിട്ടൊന്നും ഭംഗിയില്ലാത്തത്. മോളെടുത്ത വീഡിയോസൊക്കെ നല്ല വീഡിയോ ആയിരിക്കും കേട്ടോ. ഞങ്ങൾ നടന്ന് തളർന്നിരുന്നു. മോളാണെങ്കിലും കുറേ നേരം നടക്കാനുണ്ട്. ഇതിനകത്ത് നമുക്ക് പെട്ടെന്നും കണ്ടുപോരാം. അതുപോലെ കുറേ സമയമെടുത്ത് ഓരോന്നിനെക്കുറിച്ച് ആധികാരികമായിട്ടൊക്കെ കണ്ടുമൊക്കെ പോരാട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ കണ്ട്, എന്നാലും നടന്ന് കാണാൻ കുറേ ഉണ്ട് കേട്ടോ. കുറേ എന്ന് പറയുന്ന കുറേ കാഴ്ചകൾ ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ വാൽമീകിയുടെ കുറേ വേർഡിങ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്നും എനിക്കറിയില്ല എന്താണെന്നുള്ളതൊന്നും. കുറച്ചൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ആ കാട്ടാളൻ അമ്പ ചെയ്ത്. ഇത് കാണാൻ ഭയങ്കര ഇതൊരു എന്താ പറയുക, ഒരു ഫ്ലവേഴ്സിൻ്റെ ഒരു ചെറിയൊരു വീട് പോലെ ഉണ്ടാക്കിയിട്ട് ആ മേളിലിരിക്കുന്ന അതിലൊരു പക്ഷീനെ അമ്പ ചെയ്ത് കാട്ടാളൻ വെയിറ്റ് ചെയ്ത് കാണാനൊരു വല്ലാത്തൊരു വേദന തോന്നിയൊരു ഇതാണ് കേട്ടോ. നമുക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. കുറേ ഞങ്ങൾ നടന്നു. പറ്റാവുന്നിടത്തോളമൊക്കെ കവർ ചെയ്തെടുത്ത് കേട്ടോ. ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. നല്ല പൂക്കളുടെ ആ സ്മെല്ലെന്ന് പറഞ്ഞാൽ നല്ലൊരു സ്മെല്ലായിരുന്നു. ഇതാണ് വിവിധ തരം മണി പ്ലാന്റുകൾ. നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത കുറേ തരം മണി പ്ലാന്റുകളുടെ ഒരു ശേഖരം തന്നെയായിരുന്നു കേട്ടോ ഇത്. ഇവിടെ കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ ഈ മാങ്ങ, അതുപോലെ തന്നെ പച്ചമാങ്ങ, ഈ പൈനാപ്പിള്, പിന്നെ എന്താ ഹോപ്പ് കോംസിൻ്റെയൊക്കെ, അത് ഗവൺമെൻറ്റിൻ്റെ ഇവിടുത്തെ സെമി ഗവൺമെൻറ്റിൻ്റെ ഇതാണ് ഈ ഹോപ്പ് കോംസിൻ്റെ കാര്യങ്ങൾ. ഇവിടെ ഉള്ള കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഞങ്ങൾ അതിൽ നിന്നും ഒരു വാട്ടർമെലൻ്റെ ഫ്രൂട്ട്സ് വാങ്ങിച്ചു. അത് മാത്രമാണ് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചത്. ഇതൊരു നല്ലൊരു ഫൗണ്ടനാണ്. പക്ഷെ അത് ഈ സമയത്ത് അത് ഓഫ് ചെയ്തിട്ടിരിക്കുമായിരുന്നു കേട്ടോ. വേറൊരു സ്ഥലത്തുണ്ട് ഫൗണ്ടന്, വേറൊരു സ്ഥലത്തൊന്നല്ല, 3-4 സ്ഥലത്തുണ്ട്. അത് ആ ഒരു സ്ഥലത്ത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതാണത്. അപ്പം നിങ്ങൾക്ക് അടുത്തതായിട്ട് കാണാൻ പറ്റുന്ന അതായിരിക്കും. മാക്സിമം ഫ്ലവറുകൾ നമ്മൾ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. മോളാണെങ്കിൽ എല്ലായിടത്തും ഓടി നടന്നെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു ചെറിയ വീട് പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ പറ്റിപ്പിടിച്ചിരിക്കുന്ന എന്താ പറയുക, ഒരു പന്നൽ ചെടി എന്ന് പറയല്ലോ. ഇത് നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ എൻട്രൻസിലുള്ള ടിപ്പു സുൽത്താൻ്റെ പ്രതിമയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങ് വരുമ്പോഴുണ്ടല്ലോ, ഞങ്ങളാണ് ഒരു അരമണിക്കൂറോളം ഇവിടെ ഇരുന്ന് കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് എണീറ്റ് പോരാൻ തോന്നിയില്ല. അതുപോലെ നല്ല തണുത്ത കാറ്റും പക്ഷികളുടെ ഒരു കിലുകിലുകിലാന്നുള്ള സൗണ്ടും ഇതൊക്കെ കൂടെ നമ്മളെ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന നമ്മൾ ഇതിനകത്തൊക്കെ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി കുറേ നേരം കൂടെ അവിടെ ഇരിക്കണമെന്നുണ്ടായിരുന്നു. മോൾക്ക് വരണം, പഠിക്കണം. മോൾ പെട്ടെന്ന് തന്നെ അമ്മ യുവർ ബുക്ക് ചെയ്യട്ടെ എന്നർത്ഥം ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് മോൾക്ക് ചെന്നിട്ട് പഠിക്കാനുള്ളതാണ്. ഇത് HMTയുടെ ഒരു വർക്കായിരുന്നു കേട്ടോ. HMT വാച്ചുകാരുടെ ഒരു വർക്കാണ്. എല്ലാ വർഷവും അവരിങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് HMTയുടെ വർക്കാണ്. അവർ ഫ്ലവറും പിന്നെ കുറേ ഇതൊക്കെ എല്ലാ വർഷവും അവരത് ചെയ്യാറുള്ളതാണ്. HMT വാച്ച് കമ്പനിയുടെ വർക്കാണിത്. ചെടികൾ വാങ്ങിക്കാൻ ബൊട്ടാനിക്കൽ ഗാർഡൻ ആ സ്ഥലത്ത് മുഴുവൻ നമുക്ക് ചെടികൾ വാങ്ങിക്കാനായിട്ട് പലതരത്തിലുള്ള ചെടികളും ഒക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ വണ്ടിയൊന്നും കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ട് പിന്നെ എനിക്കിവിടെ കൊണ്ടുവന്ന് എന്താ പറയുക, ബാൽക്കണിയിലൊന്നും അധികമൊന്നും വെക്കാനൊന്നും പറ്റത്തില്ലല്ലോ. നല്ല നല്ല ചെടികളൊക്കെ ഉണ്ടായിരുന്നു. വണ്ടി ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ നമ്മളതൊന്നും വാങ്ങിച്ചു. 1-2 ചെടികൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. അത് വാങ്ങിക്കണമെന്നോർത്ത് പറ്റിയില്ല. ഇതാണ്
ബാംഗ്ലൂർ ലേക്ക്, ബാംഗ്ലൂർ ലാൽബാഗ് ലേക്ക് കേട്ടോ, ബാംഗ്ലൂർ ലേക്കല്ല ലാൽബാഗ് ലേക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് കാലിനൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. ഏക്കർ കണക്കിനാണ് ഇവിടെ ഇങ്ങനെ ഈ എന്താണ് ബൊട്ടാനിക്കൽ ഗാർഡനിൽ ഈ റോസാപ്പൂക്കളുടെ, അത് പോയിട്ടുള്ളവർക്കും കണ്ടിട്ടുള്ളവർക്കും അറിയാം, റോസാപ്പൂക്കളുടെ ഏക്കർ കണക്കിനുള്ള തോട്ടമാണ് അവിടെ ഉള്ളത്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ അതൊക്കെ കാണാനായിട്ട്. ഇതൊക്കെ അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ചെടികളാണ്. ഇതിൽ 1-2 ഞാൻ നോക്കി വെച്ചിരുന്നു. മോള് പറഞ്ഞാൽ വരുമ്പോൾ വാങ്ങിക്കാം. പക്ഷേ ബൊട്ടാനിക്കൽ ഗാർഡനിലേക്കൊക്കെ തിരിച്ചിങ്ങോട്ട് നടന്ന് വരണമെന്നുണ്ടെങ്കിൽ 1/2 കിലോമീറ്ററോളം ഉണ്ട്. അത് പിന്നെ വണ്ടിയൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് ഞാൻ ആ ഒരു ശ്രമം ഉപേക്ഷിച്ചു. ചെടികളൊന്നും വാങ്ങിച്ചില്ല, എങ്കിലും കാണാൻ പറ്റി. നല്ല ഫ്രഷ് പൂക്കൾ, ഇതൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ചെടികളാട്ടോ. വിവിധ തരം എന്താ പറയുക, നമ്മുടെ ചെമ്പരത്തിയുടെ വലിയൊരു ശേഖരം, പിന്നെ കാക്ടസ് പ്ലാന്റ്സ്. ഇതാണ് ചെമ്പരത്തിയുടെ വലിയൊരു ശേഖരം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി പേര് വാങ്ങിക്കുന്നുമുണ്ട് കേട്ടോ ചെമ്പരത്തിയുടെ, വിവിധ കളറുകളിലുള്ളത്. റോസ് 50 രൂപയാണ് സ്റ്റാർട്ടിങ്. റോസിന് ഏതെടുത്താലും 50 രൂപ സ്റ്റാർട്ടിങ്ങിന്, 100 രൂപയാണ് റോസിനൊക്കെ ഉള്ളത്. പല വിലകളാണ് കേട്ടോ ചെടികൾക്കൊക്കെ. എന്തായാലും ആലിയാസ് വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് പ്രോത്സാഹിപ്പിക്കണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. ബൊഗൈൻവില്ലയുടെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ, കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇതൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ചെടികളാണ്. ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് നമ്മുടെ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ചെടികൾ വെച്ചിരിക്കുന്നത്. അത് പ്രത്യേകം ഓർക്കണം. ഗ്ലാസ് ഹൗസിലാണ് നമ്മളുടെ ഫ്ലവർ ഷോ ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾ പോകുമ്പോൾ പല ഗേറ്റുകളുണ്ട്. ബാംഗ്ലൂർ ലാൽബാഗിൽ ഫ്ലവർ ഷോ കാണാൻ പോകുന്നവർ ഗ്ലാസ് ഹൗസ് എന്നുള്ള ആ ഗേറ്റിൽ തന്നെ പോകാൻ ശ്രമിക്കുക. അപ്പോൾ യൂബർ ബുക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ ഗ്ലാസ് ഹൗസ് എന്ന് അടിച്ചു കൊടുക്കുക. ഓട്ടോയ്ക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഗ്ലാസ് ഹൗസിൻ്റെ മുമ്പിൽ ഇറക്കാൻ പറയുക. അല്ലെങ്കിൽ കുറച്ച് ഇവിടെ വേറെയുള്ള സ്ഥലത്താണെങ്കിൽ 1/2 കിലോമീറ്റർ അല്ലെങ്കിൽ 3/4 കിലോമീറ്റർ നമുക്ക് നടന്നങ്ങോട്ട് പോകേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പോകാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. ഇതൊക്കെ ഗ്ലാസ് ഹൗസിനകത്തു നിന്നുള്ള കാഴ്ചകളാട്ടോ. എല്ലാ ചെടിയെക്കുറിച്ചുമുള്ള വിവരണങ്ങളും അതുപോലെ ആ ചെടിയുടെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. തിരക്കായതുകൊണ്ട് തന്നെ എനിക്കതൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇനാഗുറേഷൻ, ഈ ഫ്ലവർ ഷോയുടെ ഇനാഗുറേഷൻ, മിനിസ്റ്റർ വന്ന് ഫ്ലവർ ഷോയുടെ ഇനാഗുറേഷനൊക്കെ നടക്കുന്നു. അതുകൊണ്ട് തന്നെ മീഡിയക്കാർ മുഴുവനും ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെയൊക്കെ കണ്ണിൽ നിന്നൊക്കെ മാറിയാണ് നമ്മൾ ഇതിനകത്ത് ഇതൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. മീഡിയക്കാർ മുഴുവനും ഉണ്ടായിരുന്നു കേട്ടോ, കന്നഡ ആയിക്കോട്ടെ, എല്ലാ മീഡിയക്കാരും ഉണ്ടായിരുന്നു ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. വാൽമീകി രാമായണത്തിൽ പറയുന്ന നമ്മുടെ ഗരുഡ വാഹനത്തിൻ്റെ ഗരുഡൻ്റെ ഇത്, അതുപോലെ തന്നെ ഹനുമാൻ സ്റ്റാച്ചു എല്ലാം ഉണ്ടായിരുന്നു. പറ്റിയതൊക്കെ നമ്മൾ കുറേയൊക്കെ കവർ ചെയ്തു, കുറേയൊക്കെ വിട്ടുപോയിട്ടുണ്ട്. നല്ല തണുത്ത കാറ്റും, വെയിലുണ്ട് കേട്ടോ, എങ്കിൽ പോലും നല്ല തണുത്ത കാറ്റും നല്ലൊരു കുളിർമയാണ് അവിടെ അതിനകത്ത്. അത് ഈ മരങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം, ചെടികളും പക്ഷികളും അതുപോലെ തന്നെ പ്രാവുകൾ, മൈന, ഇത് എന്ന് വേണ്ട എല്ലാ പക്ഷികളും ഉണ്ട്. ഇതൊക്കെ ചട്ടിക്കകത്ത് വെച്ചിരിക്കുന്നതല്ല, ഇതൊക്കെ നമ്മുടെ മണ്ണിനകത്ത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ് കേട്ടോ ഈ ചെടികൾ മൊത്തം. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണേ. പറ്റുന്നവരൊക്കെ, ബാംഗ്ലൂരുള്ളവർ പറ്റുന്നവരൊക്കെ പോയി ഫ്ലവർ ഷോ ഒക്കെ കാണുക. 26-ാം തീയതി നല്ല തിരക്കായിരിക്കും. ഇന്നലെ ഓൾമോസ്റ്റ് ആദ്യത്തെ ദിവസമായതുകൊണ്ട് തന്നെ ഒരുവിധം നല്ല തിരക്കായിരുന്നു കേട്ടോ. ഈ ഒരു ചെടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു ചെറിയ ചെടിയും കൂടി ഞാൻ അവിടെ വാങ്ങിക്കണമെന്ന് ഓർത്തിരുന്നു. പക്ഷേ ടയേർഡായിരുന്നുകൊണ്ട് എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതും ഒരു ചെടിയായിരുന്നു. ഇതെന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ചെടിയാണ് ഞാൻ പറഞ്ഞത്, ചെറുതായിട്ടുള്ളത് വാങ്ങി. അപ്പോൾ ഇത് കാണിച്ചിട്ട് ഹസ്ബൻഡിനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നിന്നെ കൊണ്ടുപോകാൻ നോക്കട്ടെ. 26-ാം തീയതി കഴിഞ്ഞും ഉണ്ടാവും കേട്ടോ ചെടികളൊക്കെ വിൽപ്പനയ്ക്ക്. അപ്പോൾ കൊണ്ടുപോകാം, നിനക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുപോകാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകും കേട്ടോ.
മൂന്നാല് സ്ഥലത്ത് ഇങ്ങനെ ഫൗണ്ടൻ ഉണ്ടായിരുന്നു. അതിലൊരു ഫൗണ്ടൻ ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്, മറ്റുള്ളതൊക്കെ വിട്ടുപോയി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും, കൂട്ടാക്കാത്തവരൊന്ന് കൂട്ടാക്കുകയും കൂടെ ചെയ്യണേ.